കൂട്ടക്കൊല ആരോപണം ഉയർന്ന ധർമ്മസ്ഥലയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധനയ്ക്കിടെ കണ്ടെത്തിയ വസ്തുക്കൾ നിർണായക തെളിവാകും. പരിശോധനയ്ക്കിടെ സ്ത്രീയുടെ വസ്ത്രത്തിന്റെ അവശിഷ്ടവും ബാഗും തിരിച്ചറിയൽ രേഖകളും അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ഇടങ്ങളിലെല്ലാം വിശദമായ പരിശോധന നടത്താനാണ് തീരുമാനം. ദീപക് മോഹൻ വിവരങ്ങൾ നൽകും. ദീപക്, ധർമ്മസ്ഥലയിൽ ഇപ്പോൾ മണ്ണ് കുഴിച്ചുള്ള പരിശോധനയിൽ സ്ത്രീയുടെ വസ്ത്രവും ബാഗും അടക്കം കണ്ടെത്തിയെന്നുള്ള വിവരം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാനാകുന്നു? ഈ കുഴിക്കലുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തേക്ക് പോകരുതെന്ന കർശന നിർദ്ദേശമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോഴും അറിയാനാകുന്ന കാര്യങ്ങൾ എന്താണ്? സ്മൃതി, 2 ദിവസമായി ധർമ്മസ്ഥലയിൽ വിശദമായി കുഴിച്ചുള്ള പരിശോധന നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഈ മേഖലയിലേക്ക്, വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ നേത്രാവതി നദിയുടെ ആ ഭാഗത്തേക്ക് JCB എത്തിച്ച് വിശദമായ പരിശോധനയ്ക്കായി ഒരുങ്ങുകയാണ് SIT. ഇന്നലെ 5 ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന നടത്തുമ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഒരു സ്ത്രീയുടെ ബ്ലൗസും അതുപോലെ തന്നെ വാനിറ്റി ബാഗും മറ്റ് തിരിച്ചറിയൽ രേഖകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ ലഭിച്ച വസ്തുക്കൾ വഴിത്തിരിവായേക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഈ മേഖലയിൽ വിശദമായ തിരച്ചിൽ ഇന്നും നടത്തുന്നുണ്ട്. കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച് ഈ നദിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കുഴിച്ചു പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് SIT. ആ മേഖലകളിൽ കുഴിച്ചു പരിശോധന നടത്തുന്നതിനിടെ ഈ വെള്ളം കുത്തിയൊലിച്ചെത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കാനായി വലിയ വാട്ടർ പമ്പുകളും ഒക്കെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയാണ് ആ മേഖലയിൽ പരിശോധന നടത്തുന്നത്. 1ാം സ്പോട്ടിൽ നിന്നാണ് ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ലഭിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശം അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾക്ക് DGP പ്രണബ് മൊഹന്തി നൽകിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥ തലവൻ DGP പ്രണബ് മൊഹന്തി ഈ മേഖലയിലെത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നു. ഈ പ്രദേശത്ത്, അതായത് ഈ ധർമ്മസ്ഥല സ്നാനഘട്ടത്തിന് സമീപത്ത് 13 ഇടങ്ങളിൽ ഇത്തരത്തിൽ നേരത്തെ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രദേശങ്ങളിൽ മാർക്ക് ചെയ്ത പരിശോധനയുണ്ടായിരുന്നു. ആ സ്ഥലത്ത് 5 ഇടങ്ങളിലാണ് ഇതുവരെ പരിശോധന നടത്തിയത്. ഇന്ന് 6ാമത്തെ ഇടം മുതൽ ഈ പറഞ്ഞ റോഡിനരികിലുള്ള 12 ഇടങ്ങളിൽ വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഒരു കാരണവശാലും അന്വേഷണവുമായി ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് പോകരുതെന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. ഏതായാലും ലഭിച്ച വസ്തുക്കൾ നിർണായകമായ തെളിവാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ശാസ്ത്രീയമായ പരിശോധന എന്ന് പറഞ്ഞാൽ DNA അടക്കമുള്ള സാമ്പിളുകൾ പരിശോധിച്ച് ഏതായാലും നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടി എന്ന് പറയുന്നിടത്തു നിന്നാണ് സ്ത്രീയുടെ വസ്ത്രങ്ങളും ബാഗും കണ്ടെത്തിയിരിക്കുന്നത്.